ഇതേപോലൊക്കെയാണെന്നൊക്കെ തോന്നും. എല്ലാം കലങ്ങി മറിഞ്ഞ് കിടക്കുന്നു, എല്ലാം ഡിസോർഡറായി കിടക്കുന്നു, എല്ലാം താളം തെറ്റിപ്പോയി. എങ്ങനെ ഇതൊക്കെ നന്നാക്കാനാ? എങ്ങനെ ഇതൊക്കെ ശരിയാക്കാനാ? ഇതൊക്കെ ശരിയാകുമോ? ഇതൊക്കെ ഒന്ന് മാറി വരുമോ? ഇതൊക്കെ എങ്ങനെ ആരെക്കൊണ്ട് മാറ്റാൻ പറ്റും? ആര് പറഞ്ഞാൽ മാറും? ആര് പ്രാർത്ഥിച്ചാൽ മാറും? ഒന്നും അറിയാൻ പാടില്ലല്ലോ. ഇതായിരുന്നു ഭൂമിയുടെ അവസ്ഥ. ഇങ്ങനായിരുന്നു, രൂപരഹിതവും ശൂന്യവും ഇരുട്ടും. പല വിധത്തിൽ ഇരുട്ട് മൂടിക്കിടക്കുന്ന മനസ്സുകളുണ്ട്, ഇരുട്ട് മൂടിയ ജീവിതമുണ്ട്, ഇരുട്ട് മൂടിയ ഭാവിയുണ്ട്, അന്ധകാരം നിറഞ്ഞ പോലെ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. രൂപരഹിതവും ശൂന്യവുമായിരുന്നു. രൂപരഹിതം, ഒന്നും ഓർഡറിലല്ല, അതാ രൂപം ഒന്നുമില്ല, എല്ലാം ഡിസോർഡർ. അതിൻ്റെ താഴെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അതൊരു ഭയങ്കര വാക്കാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ വചനം, ആ വചനത്തിലെ ആത്മാവ് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ഈ തകർന്ന തരിപ്പണമായ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ചലിക്കണമേ. ഈ താറുമാറായ എല്ലാം ബെല്ലും ബ്രേക്കും പോയ പോലെ പോകുന്ന എൻ്റെ ജീവിതം എങ്ങോട്ടാണെന്നറിയാതെ ഞാൻ ജീവിച്ചു പോകുന്നിടത്തോളം പോട്ടെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മരിക്കുവാണ് മരിക്കട്ടെ, ജീവിക്കുവാണ് ജീവിക്കാം. എല്ലാം തകർന്ന സമയത്ത് നമ്മുടെ മനസ്സ് പറയുന്ന ചില പൊട്ടവർത്താനങ്ങളാണ്. ഇന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ സമ്പത്തിൻ്റെ മേൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ അങ്ങയുടെ ചൈതന്യം ചലിച്ചു കൊണ്ടിരിക്കണമേ. ഇപ്പോൾ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ നിങ്ങൾ ഓർത്തേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ചലിച്ചു കൊണ്ടിരിക്കുക. ആ വ്യക്തിയിൽ, ആ നിയോഗത്തിൽ, ആ ആവശ്യത്തിൽ, ആ കുടുംബത്തിൽ, ആ അന്തരീക്ഷത്തിൽ ദൈവ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കല്ലേ.